KSFE ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി. തവണ സംഖ്യ 2,50,000 രൂപ. കാലാവധി 40 മാസം. ചിട്ടി സംഖ്യ 1 കോടി രൂപ. 30% ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ 1,87,500 രൂപ. KSFE വടക്കാഞ്ചേരി ബ്രാഞ്ച്, VMC കോംപ്ലക്സ്, വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി നഗരസഭ ഭരണസമിതിക്കെതിരെയുള്ള ആരോപണങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം ഉന്നയിച്ച ആരോപണം ഗ്രൂപ്പിസത്തിന്റെ ഭാഗവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയിലെ എത്ര വിഭാഗമാണ് എന്ന് എനിക്കറിയില്ല. ഒരു കൂട്ടം കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ. ഓഡിറ്റിങ് 13 തരം ഓഡിറ്റിങ്ങുകൾ വടക്കാഞ്ചേരി നടക്കുന്നുണ്ട്. നഗരസഭയിലും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. പെർഫോമൻസ് ഓഡിറ്റ് ഉണ്ട്, AG ഓഡിറ്റ് ഉണ്ട്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഉണ്ട്, സ്റ്റേഷനറി ഓഡിറ്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഓഡിറ്റ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏകദേശം 13-ലധികം തരം ഓഡിറ്റുകൾ വടക്കാഞ്ചേരി നഗരസഭയിലും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സാധാരണയായിട്ട് നടക്കാറുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട SA ആസാദ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഏകദേശം 12 വർഷക്കാലം ഇവിടെ ഭരിച്ചപ്പോൾ ഒരു കുറി എഴുതിയിട്ടില്ല എന്നാണോ നമ്മുടെ ധാരണ? ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടെത്തില്ല, ആ കുറവുകൾ നികത്തുക എന്നുള്ളതാണ്. ഇന്നത റെസീറ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിൽ കുറവുകൾ നികത്തുക എന്നുള്ളതാണ്. വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതിക്കെതിരെ കോൺഗ്രസിലെ ചില കൗൺസിലർമാർ ഉന്നയിച്ചിട്ടുള്ള ഒട്ടനവധി ആരോപണങ്ങൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. നഗരസഭയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 13-ലധികം ഓഡിറ്റുകൾ നടക്കുന്നുണ്ട്. ഓഡിറ്റ് സംവിധാനം എന്നത് ഒരു തിരുത്തൽ പ്രക്രിയയാണ്. സാധാരണഗതിയിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തുന്ന അപാകതകൾക്ക് എല്ലാം തന്നെ പരിഹാരവും പൂർണ്ണതയും ഉണ്ടാകുന്നതാണ്. ഓഡിറ്റ് വേളയിൽ ബന്ധപ്പെട്ട ഫയലുകളോ രജിസ്റ്ററുകളോ പരിശോധിച്ചാൽ അതിനകത്ത് കുറവ് വരുന്ന രേഖകൾ ഉണ്ടെങ്കിൽ ആയത് ആവശ്യപ്പെട്ടുകൊണ്ട് ഓഡിറ്റ് എൻക്വയറി നോട്ട് തരാറുണ്ട്. അതനുസരിച്ച് ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയും മറുപടി കൊടുത്തും ഒരുപാട് അപാകതകൾ പരിഹരിക്കാറുണ്ട്. ചില സമയങ്ങളിൽ രേഖകൾ കൊടുക്കുവാൻ സാധിക്കാറില്ല. അത് പിന്നീട് ഓഡിറ്റ് റിപ്പോർട്ട് വന്നാൽ രേഖകൾ കൊടുത്ത് പരിഹരിക്കുകയും ചെയ്യാറുണ്ട്. ഇതാണ് ഓഡിറ്റിന്റെ സാധാരണ രീതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരി നഗരസഭയിലും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സാധാരണയായിട്ട് നടക്കാറുണ്ട്. ഈ ഓഡിറ്റുകളിലൊക്കെ തന്നെ കണ്ടെത്തുന്ന പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമ്പർ എഴുതിയില്ലെങ്കിൽ അത് പോരായ്മയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വൗച്ചർ കിട്ടിയില്ലെങ്കിൽ അത് പോരായ്മയാണ്. ആ പോരായ്മകളൊക്കെ തന്നെ യഥാസമയത്ത് തീർക്കാനും യാതൊരു ലേബിലിറ്റിയും ഇല്ലാതെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 8 വർഷക്കാലത്തെ കാലഘട്ടത്തിനിടയ്ക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കോ സെക്രട്ടറിക്കോ യാതൊരു ലേബിലിറ്റിയും ഇല്ലാതെ വടക്കാഞ്ചേരിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള രേഖകളും കൃത്യമായിട്ടുള്ള റെസീറ്റുകളും പദ്ധതി വിഹിതമായി ലഭിക്കുന്ന ഫണ്ടും ഓൺ ഫണ്ടായി ലഭിക്കുന്ന ഫണ്ടും അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ഇനത്തിൽ വിവിധ ഏജൻസികളുടെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഫണ്ടുകളൊക്കെ തന്നെ വളരെ കൃത്യതയോടുകൂടി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. നഗരസഭയിൽ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും കൗൺസിൽ യോഗങ്ങളിൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമാണ് അംഗീകാരം നൽകുന്നത്. അത്തരം പദ്ധതികൾ പോലും കൗൺസിലർമാർ അറിയുന്നില്ലെന്ന് പറഞ്ഞെങ്കിൽ അതിന് ഉത്തരവാദി ആരാണെന്ന് സ്വയം ചിന്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങളിപ്പോൾ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം നോക്കിക്കോ. കൗൺസിൽ എന്ന് പറഞ്ഞ UDF എന്ന് പറഞ്ഞ ഇവിടെ 17 പേരുണ്ടെന്നാണ് കണക്ക്. എത്ര കൗൺസിലർമാരിൽ പങ്കെടുത്ത് എനിക്കറിയില്ല, മുഴുവൻ ആളുകളില്ല എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ സമരത്തിന് വേണ്ടി പരസ്പരം 2 വിഭാഗം ആളുകൾ മത്സരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിലൊരു സമരം കണ്ടു, അതിൽ കുറച്ച് ആൾക്കാരെ കണ്ടില്ല. അപ്പോൾ അതിന് ബദലായി ഇപ്പുറത്ത് വന്ന് നോക്കണു, ഇവിടെ സമരം നടത്തുന്നു. ഇനി മറ്റേ വിഭാഗം വേറെ രീതിയിലുള്ള സമരം നടത്തും. ഇങ്ങനെ ആക്ഷേപങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ടും മറ്റ് സംഗതികളൊക്കെ തന്നെ നല്ല ഫലപ്രദമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മറുപടി തയ്യാറാക്കുക. അങ്ങനെ തയ്യാറാക്കിയിട്ടാണ് ഈ സാധനം കൊടുക്കുക. നമ്മൾ പൊതുജനത്തിലെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല, അത് വടക്കാഞ്ചേരി നഗരസഭയിലെ ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അമ്മമാർക്ക് ജിംനേഷ്യത്തിനായി 14 ലക്ഷം രൂപ ചെലവഴിച്ച് പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്ന ആരോപണം തെറ്റാണ്. ആര്യമ്പാടത്തും മിണാലൂരും കുമരനെല്ലൂരും ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷത്തിലെ ചില ആളുകൾ ആരോപിക്കുന്നത് പോലെ ക്രമക്കേടോ അഴിമതിയോ ഉണ്ടായിട്ടില്ല. ഓഡിറ്റ് റിപ്പോർട്ട് എന്നത് കണ്ടെത്തിയ അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള തടസ്സവാദമാണ്, അല്ലാതെ ബാധ്യതയല്ല. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഒഴിവാക്കുവാനാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പൊ പൊതുവസനം വേറൊരു ആരോപണം ഉന്നയിച്ചത് ഓപ്പൺ ജിം. നഗരസഭയിൽ അടുത്ത ഘട്ടത്തിൽ വിവിധ പദ്ധതികൾ വെച്ചിട്ടുണ്ട്. ഓപ്പൺ ജിമ്മിന്റെ പദ്ധതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ 3 സ്ഥലത്ത് ഈ പദ്ധതി നടപ്പിലാക്കിയ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? എനിക്ക് മനസ്സിലാവുന്നില്ല. നഗരസഭയ്ക്കകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ നഗരസഭയുടെ കൗൺസിലിന്റെ അംഗീകാരത്തോടു കൂടി നടപ്പിലാക്കുന്നത്. ഇത്ര ശതമാനം നമുക്ക് പരിപൂർണമായി എക്സ്പെൻഡിച്ചറാക്കാൻ വേണ്ടി കഴിയുന്നു. ഒരു പൈസ പോലും ലാപ്സാക്കാതെ നഗരസഭയുടെ വികസനത്തിന് വേണ്ടി ഗവൺമെന്റ് തരുന്ന വികസന ഫണ്ട് ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. അങ്ങനെ നിർവഹിക്കുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വർത്തമാനം പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടുമോ? അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നമ്മുടെ നഗരസഭയ്ക്കകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. PR അരവിന്ദാക്ഷന്റെ വിഷയത്തിലും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ നിലപാട് വ്യക്തമാക്കി. അരവിന്ദാക്ഷൻ കുറ്റവാളിയല്ലെന്നും നിലവിൽ റിമാൻഡ് പ്രതി മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അരവിന്ദാക്ഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം വരുന്നു. അരവിന്ദാക്ഷൻ റിമാൻഡ് പ്രതിയാണ്. അരവിന്ദാക്ഷൻ പ്രതിയാണ്. കള്ളനോട്ട് ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരവിന്ദാക്ഷൻ പ്രതിയല്ല. അദ്ദേഹം റിമാൻഡ് പ്രതിയാണ്. കുറ്റവാളിയല്ല. കുറ്റവാളിയാകണത് എങ്ങനെയാ? കോടതി വിധി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ് കുറ്റവാളി. അരവിന്ദാക്ഷൻ കുറ്റവാളിയല്ല. കഴിഞ്ഞ ദിവസം അരവിന്ദാക്ഷന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് പരോള് ലഭിച്ചു. 10 ദിവസത്തെ ജാമ്യം ലഭിച്ചു. വിവാഹം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. അപ്പൊ അരവിന്ദാക്ഷൻ എങ്ങനെ കുറ്റവാളിയാവുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ ഭാഗമായി ആളുകളെ ശരിപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തുന്ന അന്വേഷണ ഏജൻസിയായി കേന്ദ്ര ഏജൻസി മാറുന്നൊരു സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. ആ കേന്ദ്ര ഏജൻസിയാണ് ഇപ്പോൾ അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കുറ്റവാളിയല്ല. അതിനി ലീവ് കൊടുക്കും. ഇനി ലീവ് കൊടുക്കുന്നു നഗരസഭ. വകുപ്പുണ്ട്. വകുപ്പൊക്കെ കഴിഞ്ഞ കൗൺസിലിൽ അവർക്ക് ഈ മുനിസിപ്പൽ ആക്ട് പുസ്തകം പരത്തി വെച്ച് വായിച്ചു കൊടുത്തു. നടപടിക്രമങ്ങൾ വരട്ടെ. കുറ്റവാളിയാണെന്ന് അറിഞ്ഞാൽ ഒരു പാർട്ടിയും ഒരു മുന്നണിയും സംരക്ഷിക്കില്ല. പക്ഷെ ഇപ്പൊ അരവിന്ദാക്ഷൻ കുറ്റവാളിയല്ല. അരവിന്ദാക്ഷൻ പ്രതിയല്ല. അരവിന്ദാക്ഷൻ റിമാൻഡ് പ്രതിയാണ്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി AM തുടങ്ങിയവരും നഗരസഭാ ചെയർമാന്റെ ചേംബറിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. VCB ന്യൂസ്, വടക്കാഞ്ചേരി.